വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ബന്ധു, ഒരുപാട് നാളായി ഒരു ബന്ധു കിട്ടിയിട്ട് ആഘോഷിച്ചില്ലെങ്കിലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. 8 മണി എഴുന്നേറ്റ് വന്നപ്പോൾ ആളടുക്കളയിലുണ്ട്. എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചപ്പോൾ ഞാൻ സബ്ജി ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അരിഞ്ഞ് പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. മുട്ട ദാ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സബ്ജി ഉണ്ടാക്കാൻ എന്തിനാ മുട്ട എന്നാണ്, മുട്ട ഞാനിട്ടതാണ്. പിന്നെ ഞാനിത് കുറച്ച് ബസ്മതി റൈസ് എടുത്ത് അടുപ്പിലിട്ടു. കാരണം 2 ലെഗ് പീസും കുറച്ച് ചിക്കനും ഉണ്ട്. പിള്ളേർ വീട്ടിലായതുകൊണ്ട് അവർക്കൊരു ആഘോഷം ആയിക്കോട്ടെ, ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് രാവിലത്തേക്കുള്ള ചപ്പാത്തിക്ക് ഉരുട്ടി വെച്ചിട്ടുണ്ട്, സബ്ജി ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ. അപ്പോൾ ഞാനെന്നാൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ നേരെ 8:30 കടയിലോട്ട് പോകണം. എന്നാലും ഇന്നേരം ഇത്തിരി ലേറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ചേട്ടൻ പെട്ടെന്ന് അതാ സബ്ജി ഉണ്ടാക്കാനുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കല്ലെടുത്ത് കയ്യിൽ വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഈ മനുഷ്യൻ്റെ ഒരു കാര്യം. അതാ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വെച്ച്, രാവിലെ ഉരുളക്കിഴങ്ങെന്ന് പറഞ്ഞാൽ എനിക്ക് അലർജിയാണ്, എന്നാലും ചേട്ടൻ ഉണ്ടാക്കുന്ന സബ്ജിയല്ലേ, പച്ചക്കറികളെല്ലാം അരിഞ്ഞ് അതിൻ്റെ അകത്തോട്ടിട്ടു കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചു, അതൊഴിച്ചു, പിന്നെ സബോളയൊക്കെ ഇട്ടു, സ്പൈസസൊക്കെ ഇട്ടു. അതിൻ്റെ പുറമെ പെട്ടെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നാ വെച്ചാൽ പെട്ടെന്ന് പോവുകയും വേണം, എഴുന്നേറ്റത് ലേറ്റാണ്. അപ്പോൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്ന പുതിനയിൽ നിന്ന് കുത്തി വെച്ചതാണ്. കുറച്ച് പുതിന നല്ല ഫ്രഷ് ആയിട്ട് കിട്ടി, അതും കൂടെ ഇട്ടു. പിന്നെ നേരെ ഞാൻ ഇങ്ങോട്ട് വന്ന് തക്കാളിയൊക്കെ, ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അയ്യോ എൻ്റെ അമ്മ കൂടിപ്പോയി, കുറച്ച് ചേട്ടന് കൊടുക്കാം, അവിടെ ഇതെന്തായാലും ഉരുളക്കിഴങ്ങല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടനോട്, ചേട്ടാ കുറച്ചെടുക്കുമെന്ന്. പിന്നെ ഞാൻ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഞാനിതെല്ലാം പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് തൈരില്ലാതെ ബിരിയാണി ചെയ്തൊരു രസം ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ്. അതാ മസാലയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ കുറച്ചേ ഉള്ളൂ, എന്നാലും ഞാനത് എടുത്തിട്ടു. ഫ്രഷായിട്ട് കിട്ടിയ പുതിനയും പിന്നെ മല്ലിയില ഉണ്ടായി, അത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടെ എടുത്തിട്ടോ. എന്നിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായേ. ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അത് തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്തും കിട്ടും. അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ച മുട്ടയും കൂടെ അതിൻ്റെ അകത്തോട്ടിട്ട്, മുട്ട ചിക്കൻ ബിരിയാണി എന്തല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എന്തായാലും പിള്ളേർ കഴിക്കണം, നമ്മളും കഴിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനതെല്ലാം കൂടെ എടുത്ത് വെക്കുന്നതിന് മുമ്പ് ഇവിടെ സബ്ജി ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. സബ്ജിയിൽ ഏകദേശം മസാലയൊക്കെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ 2 പേരും മത്സരിച്ചാണ് ഇന്ന് രാവിലത്തെ കുക്കിങ്. ഏകദേശം നമ്മുടെ എല്ലാം റെഡിയായി. ഇതവിടെ ചിക്കൻ ബിരിയാണി നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല മണമുണ്ട്. കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. ഇതുപോലത്തെ ബിരിയാണിയാണ് എനിക്കിഷ്ടം. കേരള ബിരിയാണിയെക്കാട്ടിലും ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നാൽ ചോറ് കുറച്ചുണ്ടായി, അതിന് ചാറ് വെക്കാമെന്ന് പറഞ്ഞ് തക്കാളി ചാറാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലോട്ട് തേങ്ങ അരച്ചതും കൂടെ ചേർത്തു. അപ്പോൾ നമുക്ക് കറിയും ചോറും ബിരിയാണിയും അതെല്ലാം റെഡിയായി. ചപ്പാത്തി ചേട്ടൻ തന്നെ ഉരുട്ടി തന്നു, ഞാൻ ചുട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ കേട്ടോ. ചപ്പാത്തി ചുട്ടുന്ന കല്ലെന്താ ഇങ്ങനെയുണ്ടെന്ന് ആരും ചോദിക്കരുത്, ചപ്പാത്തി ചുടുന്നതായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പഴയ കല്ലെടുത്ത് ചപ്പാത്തിക്ക് വെക്കും, കാരണം ഒരുപാട് ചൂട് കൊള്ളുമല്ലോ, അതുകൊണ്ട് എൻ്റെ കല്ലിൻ്റെ ഒരു ഇങ്ങനെയാണ്. ദോശ ചുട്ടുന്നത് വേറെ കല്ലിലാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തേങ്ങാ വെള്ളം കിട്ടി, അതും കുടിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ